എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളുള്ളത് വയനാട് അമ്പലവയലിലാണ് കേട്ടോ. പൂപ്പൊലി എന്നൊരു പേരിൽ ഒരു എല്ലാ വർഷവും ഫ്ലവർ ഷോ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഷോ 15-ാം തീയതി വരെ ആയിരുന്നു. നമ്മളതിൻ്റെ പിറ്റേ ദിവസമാണ് പോയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യാതൊരു തിരക്കും ഇല്ലാതെ നമുക്കത് ആസ്വദിച്ച് കാണാൻ പറ്റി. ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല, വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സമാധാനപരമായിട്ട് നമുക്കത് കാണാൻ പറ്റി. പിന്നെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ഷോ ആണ് കേട്ടോ. ശരിക്കും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒന്നാണ് ഈ ഒരു വയനാട് പൂപ്പൊലി എന്നുള്ള ഒരു പരിപാടി. അപ്പോൾ നമുക്ക് എന്താ പറയുക, സ്ഥിരമുള്ള ലൈറ്റിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ രാത്രി ആകുമ്പോഴേ ഉണ്ടാവുള്ളൂ. നമ്മൾ പകലാണ് പോയത്. എങ്കിലും ബാക്കി എല്ലാ പരിപാടികളും നമുക്കവിടെ കാണാൻ പറ്റി. പിന്നെ സ്ഥിരമായിട്ടുള്ള സ്റ്റേജ് പ്രോഗ്രാംസ് അതൊക്കെ കാണണമെങ്കിൽ നമ്മൾ ആ ഒരു എക്സിബിഷൻ നടക്കുമ്പോൾ തന്നെ നമ്മൾ പോകണം. അപ്പോൾ പിറ്റേ ദിവസം ആയതുകൊണ്ട് കഴിഞ്ഞതിന് പിറ്റേ ദിവസമാണ് നമ്മൾ പോയത്. വളരെ ഭംഗിയുള്ള കാഴ്ചകളാണ്. ഒരുപാട് തരത്തിലുള്ള പൂക്കളും അതുപോലെ ചെടികളും വള്ളിച്ചെടികളും ഒക്കെ നിറഞ്ഞ് ഈ പോണ്ടിലൊക്കെ നിറയെ ചങ്ങാടങ്ങളിലൊക്കെ തോണികളിലുമൊക്കെ പൂക്കളിങ്ങനെ ബഞ്ചായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ ഒരു ലൈവ് ക്ലോക്ക് ഉണ്ട്. അതുപോലെ പല മൃഗങ്ങളുടെയും ഷേപ്പിലൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് ചെടികൾ. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കാഴ്ചയായിരുന്നു. ഞങ്ങളൊരു ലേഡീസ് ഗ്രൂപ്പാണ്, ഫ്രീ ബേർഡ്സ് എന്ന ഒരു ലേഡീസ് ഗ്രൂപ്പാണ്. റിട്ടയേർഡായിട്ടുള്ള ആളുകളാണ് അതിനകത്തുള്ളത്, എംപ്ലോയീസ്. അപ്പോൾ നമ്മൾ മാസത്തിലൊരു ട്രിപ്പ് നടത്താറുണ്ട് ഇങ്ങനെ. അപ്പോൾ ഈ മാസത്തെ ട്രിപ്പായിരുന്നു. ഇവിടെ ഒരു ലൈവ് ക്ലോക്ക് കാണാം കേട്ടോ. ആ ക്ലോക്ക് വർക്കിംഗ് ആണ് ശരിക്കും. ഭൂമിയിൽ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ക്ലോക്കാണ്. അപ്പോൾ കണ്ടു നോക്കൂ.